അമിത രക്തസ്രാവം എന്ന് പറഞ്ഞാൽ 7 ദിവസത്തിൽ കൂടുതൽ നമുക്ക് നീണ്ടു നിൽക്കുന്ന മെൻസ്ട്രുവൽ സൈക്കിൾ, അല്ലെങ്കിൽ 5 പാഡിന് കൂടുതൽ ഒരു ദിവസം മാറ്റേണ്ടതായ അവസ്ഥ, അതും അല്ലെങ്കിൽ രക്തം കട്ടകട്ടയായി പോകുന്ന ഒരവസ്ഥ, അതുമൂലം ക്ഷീണം, തലകറക്കം എന്നിവയൊക്കെ ഉണ്ടാകാം. ഇനി നമുക്ക് അതിൻ്റെ കാരണങ്ങളിലേക്ക് കിടക്കാം. ഗർഭത്തിനകത്തെ ഇൻഫെക്ഷൻ, ഗർഭത്തിനകത്തെ ഭിത്തിയുടെ കട്ടി, അതായത് ഫൈബ്രോയിഡ് അല്ലെങ്കിൽ അഡ്നോമൈസിസ് നമ്മൾ പറയും. ഗർഭത്തിനകത്തെ പാളിയിൽ നിന്ന് വരുന്ന മുഴകൾ, അതായത് പോളിപ്പ് എന്ന് നമ്മൾ പറയും. ഇത് കൂടാതെ ഗർഭത്തിൻ്റെ അകത്തെ പാളി ക്രമാതീതമായി കട്ടിപിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് നമ്മൾ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ എന്ന് പറയും. അത് ഭാവിയിൽ ക്യാൻസറിന് കാരണമായി മാറുന്നതുമാണ്. ഇതെല്ലാം കൂടാതെ ഹോർമോണൽ ഫാക്ടേഴ്സായ PCOD, തൈറോയിഡ്, പ്ലേറ്റ്ലെറ്റിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ പ്രശ്നങ്ങൾ, അത് രക്തം കട്ടപിടിക്കാത്ത അവസ്ഥ, ഇതൊന്നും കൂടാതെ രക്തം കട്ടപിടിക്കാതിരിക്കുന്നതിനുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാമാണ് നമ്മുടെ അമിത രക്തസ്രാവത്തിനുള്ള കാരണങ്ങൾ. ഇനി നമുക്ക് അതിൻ്റെ ഒരു മാനേജ്മെൻറ്റിലേക്ക് കിടക്കാം. അത് അമിത രക്തസ്രാവം കണ്ടാൽ ഉടനെ തന്നെ നിങ്ങളൊരു ഡോക്ടറിനെ സമീപിക്കേണ്ടതാകുന്നു. ഡോക്ടർ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ശാരീരിക പരിശോധനയാണ്. ആ ശാരീരിക പരിശോധനയ്ക്കകത്ത് ഉൾപരിശോധനയും കൂടെ ഉൾപ്പെടും. അതിനകത്ത് നമ്മൾ സെർവൈക്കൽ സ്മിയർ എടുക്കും. അതായത് ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ വരാതിരിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് സെർവൈക്കൽ സ്മിയർ പരിശോധനയ്ക്ക് നമ്മൾ എടുക്കും. അതുകൂടാതെ നമ്മൾ സാധാരണമായ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് ഹീമോഗ്ലോബിൻ, തൈറോയിഡ്, പ്രൊലാക്റ്റിൻ, അതുപോലെ ഹോർമോണൽ ഫാക്ടേഴ്സ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള രക്തപരിശോധന നടത്തും. അതുമല്ലാതെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് കൂടെ നമ്മൾ എടുക്കുന്നതാണ്. അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നമുക്ക് ഓൾറെഡി ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഫൈബ്രോയിഡ് ആണോ, അങ്ങനെയുള്ള അഡ്നോമൈസിസ് ആണോ, പോളിപ്പാണോ, ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കൂടാതെ ഈ സ്കാനിൽ നമുക്ക് എൻഡോമെട്രിയത്തിൻ്റെ പാളി കട്ടി കൂടിയിരിക്കുന്നു എന്ന് കണ്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന OP എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അതിന് പിപ്പലി എന്നാണ് പറയുന്നത്. പഴയ DNC നമ്മൾ പിപ്പലിയായിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നത്. അത് അപ്പോൾ തന്നെ എടുത്ത് അപ്പോൾ തന്നെ നമുക്ക് പരിശോധനയ്ക്ക് അയക്കാൻ പറ്റും. ഇനി നമ്മളിതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടുപിടിച്ചു, നമുക്ക് ഉടനെ തന്നെ സർജറി അല്ല നമ്മൾ അതിന് പകരം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനുള്ള അനീമിയ ഉണ്ടാകും. അമിത രക്തസ്രാവം വന്നാൽ എന്തായാലും നമുക്ക് അനീമിയ വരും. അനീമിയയുടെ കറക്ഷൻ ചെയ്യുക. ഇനി ഇൻഫെക്ഷനാണ് അമിത രക്തസ്രാവം കാരണമെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ഇന്ന് കൂടാതെ ഈ രക്തസ്രാവം ക്രമാതീതമായി വരുന്നതിനെ നിർത്തുന്നതിനുള്ള മെഡിസിൻസ് ഉണ്ട്. ഹോർമോൺ ഇതര ഗുളികകളുണ്ട്, ഹോർമോൺ ഗുളികകളുണ്ട്. ഇത് രണ്ടിലും നമുക്ക് ട്രൈ ചെയ്യാം. ഇനി ഹോർമോൺ ഗുളികകൾ പറ്റാത്ത ആൾക്കാർക്ക് കോപ്പർട്ടീവ് പോലെ ഹോർമോൺ റിലീസ് ചെയ്യുന്ന ഡിവൈസസ് ഉണ്ട്, അതും നമുക്കിടാം. ഇതല്ലെങ്കിൽ ഗർഭത്തിനകത്തെ പാളി നമുക്ക് DNC പോലെ എടുക്കാം. ഇതെല്ലാം പരീക്ഷിച്ചിട്ടും പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് കിടക്കുന്നത്. ഓപ്പറേഷൻ നമുക്ക് മുഴ മാത്രം വരുന്ന സർജറി ഉണ്ട്, അതല്ല യൂട്രസ് മൊത്തത്തോടെ എടുക്കുന്ന സർജറി ഉണ്ട്. ഇത് ഓപ്പറേഷൻസ് 2 തരമുണ്ട്. ലാപ്രോസ്കോപ്പിക്കലി നമുക്ക് ചെയ്യാം, അതല്ലാതെ ഓപ്പൺ സർജറീസും ഉണ്ട്.